നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിവരാവകാശ നിയമപ്രകാരം സർക്കാർ പുറത്തുവിട്ട ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും സർക്കാർ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. റിപ്പോർട്ടിലെ 49 മുതൽ 53 വരെയുള്ള പേജുകൾ സർക്കാർ ഒഴിവാക്കി. ആകെ 129 പാരഗ്രാഫുകളാണ് സർക്കാർ ഒഴിവാക്കിയത്. ഇത് ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണ് സർക്കാർ പുറത്തുവിട്ടത്. 21 പാരഗ്രാഫുകൾ ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത്. ഇതിന് വിരുദ്ധമായിട്ടാണ് സർക്കാരിന്റെ വെട്ടിനീക്കൽ. സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചുവെന്നാണ് ആക്ഷേപം. വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടിന്റെ പകർപ്പിനായി അപേക്ഷകൾക്ക് നൽകിയ അറിയിപ്പിലും ഈ ഭാഗം ഒഴിവാക്കുന്നത് വ്യക്തമായിരുന്നില്ല. സ്വകാര്യതയെ മാനിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്ന സർക്കാർ വിശദീകരണം. സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് കൂടുതൽ പാരഗ്രാഫുകൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ ഇപ്പോഴത്തെ ഹെമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ വെട്ടിമാറ്റിയ സർക്കാരിന്റെ നടപടി കുറ്റാരോപിതരെ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്നും സർക്കാരിലെ മൂവർ സംഘമാണ് ഇതിന് പിന്നിലെന്നും സുധാകരൻ ആരോപിച്ചു. രഞ്ജിത്തിനെതിരായ നടിയുടെ ആരോപണം അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹെമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ വെട്ടിമാറ്റിയ സർക്കാർ നടപടിയിൽ കുറ്റാരോപിതരായ ഉന്നതരെ സംരക്ഷിക്കാനുള്ള താൽപര്യവും പ്രകടമാണ്. റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ അടർത്തിമാറ്റിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സിനിമയിലെ മൂവർ സംഘത്തിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണം. വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടാതെ സർക്കാർ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടണം. സംവിധായകനും അഭിനേതാക്കളുമായുള്ളവർ പിണറായി സർക്കാരിന്റെ ഭാഗമാണ്. അവർ മന്ത്രിയും MLAയും അക്കാദമിയുടെ ചെയർമാനുമായി LDF സർക്കാർ സംവിധാനത്തിന്റെ പവർ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറം ലോകം കാണാൻ പോലും 4.5 കൊല്ലം വൈകിയതെന്നും KPCC അധ്യക്ഷൻ പറയുന്നു. ഹെമ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും തങ്ങൾ നേരിട്ട ദുരനുഭവം പരസ്യമായി പങ്കുവച്ചുവെന്നും എന്നാൽ അവർ കാട്ടിയ തന്റെ ഇടം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ പിണറായി സർക്കാരിനില്ലാത്തത് നാണക്കേടാണെന്നും സുധാകരൻ പറഞ്ഞു. ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പല വെളിപ്പെടുത്തലുകളും ക്രിമിനൽ സ്വഭാവമുള്ളവയാണ്. ഇത്രയും കാലം നിയമ നടപടി സ്വീകരിക്കാതെ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് വീഴ്ച തന്നെയാണ്. സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺക്ലേവ് എന്ന സർക്കാർ നിർദ്ദേശം പരിഹാസ്യമാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. പരാതി വരുന്നത് വരെ സർക്കാർ കാത്തു നിൽക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനും സംവിധായകനും ആയ രഞ്ജിത്തിനെതിരെ പ്രമുഖ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉന്നയിച്ച ആരോപണം ഗുരുതരമാണെന്നും ഇതിൽ ഉടൻ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്ര ഈ ആരോപണമായി രംഗത്ത് വന്നത്. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ രഞ്ജിത്തിൽ നിന്നും ദുരനുഭവം ഉണ്ടായി എന്നായിരുന്നു ശ്രീലേഖ മിത്രയുടെ ആരോപണം. ഇത് എതിർത്തതിനു ശേഷം ഒരിക്കലും തനിക്ക് മലയാള സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർ ആരോപിച്ചിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.